ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ വീഡിയോയിലെ പ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എല്ലാ രീതിയിലും ജീവിച്ച് സുഖസൗഭാഗ്യങ്ങളോടുകൂടി ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കുടുംബത്തെ സംബന്ധിച്ച്, ഒരു പക്ഷേ എന്തോ കാരണത്താൽ, നല്ല കാരണത്താലായാലും ശരി ചീത്ത കാരണത്താലായാലും ശരി, ആ സാമ്പത്തികമായി എല്ലാം അങ്ങ് നശിച്ച് അങ്ങ് വെണ്ണീറായി വിഷമത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ പലരിലും പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതൊരു പക്ഷേ അല്ലാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും. കാരണം ഇബാദിയായ ഒരു മനുഷ്യനാണ്, ഇബാദത്തോട് അടങ്ങിയിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സമ്പത്ത് കൊണ്ട് അല്ലാഹു അത് പരീക്ഷിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തിലുള്ള സമ്പത്തുകളെല്ലാം അങ്ങ് അല്ലാഹു നഷ്ടപ്പെടുത്തി, പല കാരണങ്ങൾ കൊണ്ടും അങ്ങ് നഷ്ടപ്പെടുത്തി. അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനൊരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയിലേക്ക്, അഥവാ ഈ കുടുംബത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളൊന്ന് പിന്നീട് ചിന്തിക്കുമോ എന്നൊന്ന് അറിയുന്നതിന് വേണ്ടിയും കൂടിയാണ് അള്ളാഹു ഈ പരീക്ഷണം. ഇങ്ങനെ അള്ളാഹുവിനെ അറിയുന്ന ആൾക്കാരെ അള്ളാഹു പല രീതിയിലും പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടല്ലേ. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അള്ളാഹുവിനെ നിങ്ങൾ വിടല്ലേ. അള്ളാഹുവിന് നിങ്ങൾ ആരാധനകൾ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, ആ ഇബാദത്ത് ഒന്നും കൂടി തെറ്റിച്ചുകൊണ്ട് വളച്ചവരെ, നീ നിന്റെ വിധിപ്രകാരം നീ എൻ്റെ സമ്പത്തിനെ, നീ എൻ്റെ ജീവനിലവാരത്തിലുള്ള ഈ ജീവനിലവാരം മെച്ചപ്പെടുത്തി തന്ന ഈ ജീവനിലവാരത്തെ നീ ഇത്രത്തോളം നീ താഴ്ത്തിയല്ലോ. അല്ലാഹുവേ, നീ ഇതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ വീണ്ടും വീണ്ടും നമ്മൾ മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കണം. അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കണം. വിധികർമ്മങ്ങളെ നമ്മൾ പാലിക്കണം. അനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. മോശമായ വഴിയിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. എന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, മറ്റ് പല പല ജീവിത നിലവാരത്തിലുമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സമുദായത്തിലും ഈ സമൂഹത്തിലുമുണ്ട്. നമ്മളെ കൊണ്ടൊക്കാവുന്ന സഹായങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സഹായങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ ഒക്കെ ആവുന്നതെല്ലാം നമ്മളങ്ങ് ചെയ്യാൻ അള്ളാഹു നമുക്ക് ബാധ്യത തന്നിരിക്കുന്നു. അള്ളാഹു നമ്മളെ കൽപ്പിച്ചിരിക്കുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ ഒരു മുസൽമാൻ അവകാശമില്ല. ഒരു മുസൽമാനെ സംബന്ധിച്ച് നീതിയും ധർമ്മവും ഒക്കെ വേണം. കൊടുക്കുട്ടി വിട്ടുവീഴ്ച വേണം. എല്ലാവിധ ഗുണങ്ങളും വേണം. ഇങ്ങനെയൊക്കെ കൂടി നമ്മളങ്ങ് ജീവിത നിലവാരം ഇങ്ങനെ മെച്ചപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും ഈ പരാജയപ്പെട്ട കുടുംബത്തിന്, സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോയ ഈ കുടുംബത്തിന്, ആ സാമ്പത്തികമായി പരാജയപ്പെട്ടതിൻ്റെ 10 ഇരട്ടി വലുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ രക്ഷപ്പെടുത്തും, ഇവരെ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരല്പ താമസം ചിലപ്പോൾ ഒന്ന് വന്നതേ ഉള്ളൂ. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആ ദിക്റുകൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ദിക്റുകൾ ചൊല്ലി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ്, ആദ്യം അൽഹംദുലില്ലാഹ് വരണം, എങ്കിലേ ദുആ സ്വീകരിക്കും. അവസാനം അൽഹംദുലില്ലാഹ് നിർത്തണം. അങ്ങനെ നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ വിജയത്തിലേക്കാക്കുകയും ദുനിയാവും ആഖിറവും നമുക്ക് എളുപ്പമാക്കി തരികയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. ഈ ദിക്ർ ഞാനിതാ പറയാൻ പോകുന്നു. ഈ ദിക്ർ നിങ്ങൾ ചെല്ലുമ്പോൾ കുറഞ്ഞത് ഒരു 101 പ്രാവശ്യം നിങ്ങൾ ഈ ദിക്ർ ചെല്ലണം. പിന്നെ എപ്പോഴും ഉള്ളത് നിങ്ങൾക്ക് ഈ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. പക്ഷേ പ്രതിഫലം കിട്ടുന്നതിനൊക്കെ ഒരപ്പോൾ താമസം വന്നു വരും എന്ന് കരുതി നിരാശപ്പെടേണ്ട, വിട്ടുമാറുകയും വേണ്ട. ഞാനിതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. അല്ലാഹുമ്മ അജ്രിനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ മിൻഹാ വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. اللهم أجرني في مصيبتي واخلف لي خيرا منها.
اللهم أجرني في مصيبتي واخلف لي خيرا منها. ഇതൊരു 101 പ്രാവശ്യം നിങ്ങൾ ചെല്ലണം. പിന്നെ സമയങ്ങൾ കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ചെല്ലണം. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ചയിലേക്ക് നിങ്ങൾ ആക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യണം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറാക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ തമ്പുരാനെ. ഈ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അള്ളാഹു ഗുണമായ പ്രതിഫലം കൊടുക്കണേ അള്ളാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇത് കേൾക്കുന്നവരും കാണുന്നവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.